സിൽവർ ലൈൻ സെമി ഹൈസ്പീഡ് റെയിൽവേ പദ്ധതി നിർത്തലാക്കാൻ സർക്കാർ തീരുമാനം. ഇത് സംബന്ധിച്ച് കോടതിയിലുള്ള കേസുകൾ പിൻവലിക്കാൻ ശുപാർശ ചെയ്യുന്നതോടൊപ്പം മഞ്ഞക്കുറ്റികൾ പിഴുതുമാറ്റാനും നിർദ്ദേശം നൽകി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതിൽ ആഹ്ലാദവുമായി കോട്ടയം മാടപ്പള്ളിയിലെ ജനകീയ സമരസമിതി. പദ്ധതി റദ്ദാക്കിയ പ്രഖ്യാപനത്തെ തുടർന്ന് സമരപന്തലിൽ മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും പ്രവർത്തകർ ആഘോഷം നടത്തി. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ മധ്യകേരളത്തിലെ ഏറ്റവും വലിയ സമരം നടന്നത് കോട്ടയം ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലാണ്. LDF സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ച പദ്ധതിക്കെതിരെ ആരംഭിച്ച സമരം 1500 ദിവസങ്ങളോടടുക്കുമ്പോഴാണ് പദ്ധതി റദ്ദാക്കിക്കൊണ്ടുള്ള UDF സർക്കാരിന്റെ പ്രഖ്യാപനം എത്തിയത്. ഇന്ന് ഇതാ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന 1490 ദിവസമായി ഈ സമരം ഇവിടെ കൊണ്ടുപോകുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. ഈ സമരത്തിൽ ആകമാനം ജനങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ പങ്കെടുത്തു. ഇവിടെ നിൽക്കുന്ന ആളുകളുടെയൊക്കെ ശ്രീമതി ഫിലോമിന ബെൻസി അടക്കമുള്ള ആളുകൾ, സെലിൻ അടക്കമുള്ള ആളുകൾ, സ്ത്രീജനങ്ങൾ ഈ സമരത്തിൽ നേതൃത്വം കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ സമര നായിക ഈ തിണ്ണയിലിരുന്നിട്ടാണ് വലിച്ചിഴച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് പോലീസ്. സർക്കാർ പ്രഖ്യാപനത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നതായും മുഖ്യമന്ത്രി നേരിട്ടെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ സമരപന്തൽ പൊളിച്ചു നീക്കുമെന്നും സമരസമിതി നേതാവ് ബാബു കുട്ടൻചിറ പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ മാടപ്പള്ളിയിൽ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പോലീസ് കയ്യേറ്റം ചെയ്യുകയും റോഡിലൂടെ വലിച്ചിഴയ്ക്കുകയും ചെയ്തിരുന്നു. നിരവധി പേർക്കെതിരെ പോലീസ് കേസുകളും നിലവിലുണ്ട്. സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ചുവപ്പ് നാടയിൽ കുടുങ്ങിയ 400 വീടുകളാണ് പുതിയ സർക്കാരിന്റെ പ്രഖ്യാപനത്തിലൂടെ തിരികെ ലഭിച്ചിരിക്കുന്നതെന്ന് പോലീസ് അതിക്രമത്തിനിരയായ സമരസമിതി നേതാവ് റോസ്ലിൻ പ്രതികരിച്ചു. പ്രതിഷേധത്തിന്റെ പേരിൽ ചുമത്തപ്പെട്ട കേസുകൾ ഒഴിവാക്കുമെന്നതും സമരസമിതി പ്രവർത്തകർക്ക് വലിയ ആശ്വാസമാണ് പകരുന്നത്. മാടപ്പള്ളിയിലെ സമരത്തിന്റെ 500ാം ദിവസം അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ സമരപന്തൽ സന്ദർശിച്ചിരുന്നു. മുഖ്യമന്ത്രിയായ ശേഷം VD സതീശൻ സമരപന്തലിലെത്തുമ്പോൾ ആവേശകരമായ സ്വീകരണമൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സമരസമിതി പ്രവർത്തകർ.